മെഴുകി മെഴുകി കയ്യിൽ നിന്ന് പോയി. വയനാട് കള്ളാടി ദുരന്തം നടന്നിട്ട് 8 ദിവസം പിന്നിടുകയാണ്. അവിടുത്തെ MP പ്രിയങ്ക ഗാന്ധി എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മന്ത്രി സിദ്ദിഖാകട്ടെ തന്നാൽ കഴിയുന്ന വിധം പ്രിയങ്ക ഗാന്ധിയെ ന്യായീകരിക്കുകയാണ്. എന്നാൽ സിദ്ദിഖിന്റെ ഓരോ വാദമുഖങ്ങളും എത്രത്തോളം ദുർബലമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി മന്ത്രി സിദ്ദിഖ് പറയുന്നത് പ്രിയങ്ക ഗാന്ധി ഒരു ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി അധ്യക്ഷത വഹിച്ച ആ ഓൺലൈൻ യോഗത്തിലാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ വാദം. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവര് ഓൺലൈനായി പങ്കെടുത്ത അതിപ്രധാനമായിട്ടുള്ള യോഗം നടന്നു. മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിംഗാണ്. മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിംഗിൽ പ്രിയങ്ക ഗാന്ധി അടക്കം ഓൺലൈനിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ ആ കാഴ്ചപ്പാടുകൾ മുഴുവൻ ഞങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ അവസാനം ഞാൻ പറഞ്ഞല്ലോ, അവസാന ബോഡി കിട്ടിയതായ ആ ദിവസം വൈകുന്നേരം മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശമാണ്. ഞാനത് ഓപ്പണായി പറയാം. അടിയന്തര സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശമാണ്. അവർ പറഞ്ഞ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൃത്യതയോടുകൂടി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ശരി, പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള അങ്ങനെ ഒരു ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സിദ്ദിഖ് പറയുന്നത് പോലെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സിദ്ദിഖ്, മന്ത്രി AP അനിൽകുമാർ, മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ഹെലികോപ്റ്ററിൽ അവിടെ നേരിട്ടെത്തിയത്? ദുരന്തമുഖത്ത് നേരിട്ടെത്തി അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ കടമയും കർത്തവ്യവും. അതുകൊണ്ടാണ് താങ്കളടക്കമുള്ള മന്ത്രിമാർ അവിടെ നേരിട്ടെത്തിയത്. അങ്ങനെ നേരിട്ടെത്തുക എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയുടെ ചുമതല. പക്ഷേ അവർ നേരിട്ടെത്തിയില്ല. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. അവർക്ക് ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കാമെങ്കിൽ നിങ്ങൾക്കും എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനാവാഞ്ഞത്? എന്തിനാണ് നിങ്ങൾ നേരിട്ട് പോയത്? അതും ഹെലികോപ്റ്ററിൽ കോടികൾ മുടക്കി എന്തിനാണ് അവിടേക്ക് നിങ്ങൾ പോയത്? അതിനർത്ഥം അവിടെ സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടതാണ്, ജനപ്രതിനിധികളുടെ സാന്നിധ്യം വേണ്ടതാണ്. അത് താങ്കൾ പറയാതെ തന്നെ പറഞ്ഞു. താങ്കൾ എന്തിനാണ് അവിടെ പോയത്? അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ അവിടെ ശാരീരികമായിട്ടുള്ള സാന്നിധ്യം ആവശ്യമാണ്, ഓൺലൈൻ സാന്നിധ്യമല്ല. അതാണ് താങ്കൾ പറയുന്ന ആദ്യത്തെ ദുർബലമായ വാദം. ഇനി രണ്ടാമതായി സിദ്ദിഖ് പറയുന്ന ഒരു വാദമുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് 6-ാം ദിവസം ബോഡി കിട്ടിയ വിക്രം റാണയുടെ ബന്ധു അങ്കുഷ് പ്രിയങ്ക ഗാന്ധിയോട് നന്ദി പറഞ്ഞു എന്നുള്ളതാണ്. അത് കേൾക്കാം. വിക്രം റാണയുടെ ബോഡി അവസാനം കിട്ടി. വിക്രം റാണയുടെ അടുത്ത ബന്ധുവായ അങ്കുഷ് ആ പത്രക്കാരോട് പറഞ്ഞ വാക്കുണ്ട്, ഞാൻ നന്ദി പറയുന്നു. ആരോടൊക്കെയാ? 1 കേരള ഗവൺമെന്റിനോട്, 2 പ്രിയങ്ക ഗാന്ധിയോട്, 3 കേരള മുഖ്യമന്ത്രി, അങ്ങനെ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെ ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ NDRF ഉൾപ്പെടെ SOG ഉൾപ്പെടെ ഫയർ ആൻഡ് സേഫ്റ്റി ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറഞ്ഞു. എന്തിനാ പ്രിയങ്ക ഗാന്ധിയോട് നന്ദി പറയുന്നത്? പ്രിയങ്ക ഗാന്ധി ആ വിക്ടിംസ് ആയ ആളുകളോട് വരെ ഇന്ററാക്ട് ചെയ്തു പോയി എന്നുള്ളതുകൊണ്ടാണ്, ഓരോ കാര്യത്തിലും ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണ്. മരിച്ച ഒരാളുടെ ബന്ധുവിനെ വിളിച്ച് പ്രിയങ്ക ഗാന്ധി അനുശോചനം രേഖപ്പെടുത്തി. ആ ബന്ധു പറയുന്നത്, അതായത് അങ്കുഷ് റാണ എന്ന് പറയുന്ന ഈ മരിച്ചുപോയ വിക്രം റാണയുടെ ബന്ധു പറയുന്നത്, പ്രിയങ്ക ഗാന്ധി എന്നെ വിളിച്ചിരുന്നു. അത് എന്ത് ന്യായമാണ്? പ്രിയങ്ക ഗാന്ധി വരാതിരിക്കാനുള്ള ന്യായമാണോ മരിച്ച ഒരാളുടെ ബന്ധുവിനെ പ്രിയങ്ക ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളത്? എന്തൊരു ദുർബലമായ വാദമാണ് സിദ്ദിഖ് ഉന്നയിക്കുന്നത്. ഇനി അടുത്ത വാദം എന്ന് പറയുന്നത് വിദൂരതയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാം എന്നാണ്. പ്രിയങ്ക ഗാന്ധി അങ്ങനെ വിദൂരതയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചു എന്നാണ് സിദ്ദിഖ് പറയുന്നത്. ഒരാളുടെ ഇടപെടൽ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, ഒരാളുടെ ഇടപെടൽ വിദൂരതയിൽ നിന്നാണെങ്കിലും ദൂരെ നിന്നാണെങ്കിലും സമഗ്രമായി ഇടപെടുക എന്നുള്ളതാണ്, റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ റിസൾട്ട് കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട്.
അല്ല, വിദൂരത എന്നുള്ളത് നെഗറ്റീവായി കണ്ട. ഇത് തന്നെയാണ് ആദ്യമായി നമ്മൾ പറഞ്ഞ കാര്യം. എന്തിനാണ് നിങ്ങൾ അവിടെ ഹെലികോപ്റ്ററിൽ പോയി അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് നിയന്ത്രിച്ചത്? നിങ്ങൾക്കും ഇത്രയും പൊതുജനങ്ങളുടെ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഹെലികോപ്റ്ററിന് വേണ്ടി മുടക്കി അവിടെ എന്തിനാണ് നിങ്ങൾ പോയത്? നിങ്ങൾക്കും തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങളുടെ മന്ത്രി ഓഫീസിൽ നിന്ന് വിദൂരതയിൽ നിന്ന് നിയന്ത്രിച്ചാൽ പോരെ? എന്തിനാണ് നിങ്ങൾ അവിടെ നേരിട്ട് പോയത്? പ്രിയങ്ക ഗാന്ധി വിദൂരതയിൽ നിന്ന് നിയന്ത്രിച്ചതുപോലെ നിങ്ങൾക്കും മന്ദിരങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് വിദൂരതയിൽ നിന്ന് നിയന്ത്രിച്ചുകൂടാ? എന്തിനാണ് നിങ്ങൾ അവിടെ പോയത്? അപ്പോൾ അതും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി വരാതിരിക്കുന്നതിനുള്ള ന്യായീകരണമല്ല എന്ന് മന്ത്രി മനസ്സിലാക്കുക. അടുത്തതായി മന്ത്രി പറയുന്നത്, മരിച്ചു പോയവരുടെ കുടുംബത്തിന് പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പരാതികളൊന്നുമില്ല. പിന്നെ ആർക്കാണ് പരാതി എന്നാണ് മന്ത്രിയുടെ ചോദ്യം. ഞാൻ പറയട്ടെ, മരിച്ച കുടുംബത്തിനില്ലാത്ത പ്രശ്നം എവിടുന്ന? ഞാൻ പറയാം മരിച്ച കുടുംബം ദുരന്തത്തിൽ മരിച്ച കുടുംബം, കൃത്യമായിട്ട് പറയാം, ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിനില്ലാത്തതായ പരാതി അത് എവിടുന്ന പരാതി? ഏതാ? ഇവിടെ മന്ത്രി ഒരു കാര്യം മറന്നു പോകുന്നു. ഒരു മരണ വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് മുഴുവൻ ആ ഒരു വലിയ ആഘാതമാണ് ഉണ്ടാകുന്നത്. അവരാ മരണത്തിലാണ് ശ്രദ്ധിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധുക്കൾ എംപിയെ കുറിച്ച് ചിന്തിക്കുമോ? ഇതാണ് ഇവിടെ ഉയരുന്ന ലളിതമായ ചോദ്യം. ഒരു മരണ വീട്ടിൽ മരിച്ച ആളുടെ ബന്ധുക്കൾ ആ ആഘാതത്തിൽ എംപിയെ കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് സിദ്ദിഖിനോട് ചോദിക്കാനുള്ള മറു ചോദ്യം. അങ്ങനെ ഒരിക്കലും ആരും ചിന്തിക്കില്ല. സിദ്ദിഖിനെ കുറിച്ച് പോലും ബന്ധുക്കൾ ചിന്തിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ആ മരണത്തിന്റെ ആഘാതത്തിലായിരിക്കും. സിദ്ദിഖ് ഇനി അടുത്തത് പറയാൻ പോകുന്നതും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് പ്രിയങ്ക ഗാന്ധി സമയാസമയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നു, ഓൺലൈൻ വഴി ഇടപെട്ടുകൊണ്ടിരുന്നു, ഫോണിലൂടെ ഇടപെട്ടുകൊണ്ടിരുന്നു, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്നിരുന്നു എന്നാണ് സിദ്ദിഖ് പറയുന്നത്. ആ ചോദ്യത്തിന് ഇപ്പോ ആധുനിക സംവിധാനം ഉള്ള സമയത്ത് കലക്ടറേറ്റിലെ മീറ്റിംഗിലും ഞങ്ങൾ ഇന്റേണൽ മീറ്റിംഗ് ചെയർ ചെയ്യുന്ന സമയത്തും ഇവര് നേരിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശം തരിക, ദൂരമല്ലല്ലോ, നേരിട്ട് നിർദ്ദേശം തരുമല്ലേ? ആ നിർദ്ദേശം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലേ? എന്താ പ്രശ്നം? ഇങ്ങനെ ഫോണിൽ കൂടി മാർഗനിർദ്ദേശം നൽകാനാണോ പ്രിയങ്ക ഗാന്ധിയെ 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വയനാട്ടിലെ പാവപ്പെട്ട വോട്ടർമാർ വോട്ട് ചെയ്തത്? ഇങ്ങനെയാണെങ്കിൽ പിന്നീട് എന്തിനാണ് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത്? ഫോണിൽ കൂടെ മാർഗനിർദ്ദേശം നൽകാനും ഓൺലൈനിൽ കൂടെ പങ്കെടുക്കാനും സാമൂഹ്യ മാധ്യമമായ എക്സ് വഴി തന്റെ ദുഃഖം രേഖപ്പെടുത്താനുമാണെങ്കിൽ എന്തിനാണ് പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാൻ വന്നത്? പ്രിയങ്ക ഗാന്ധിക്ക് അവിടുത്തെ പാവപ്പെട്ടവർ വോട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ നേരിട്ട് വന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ സംസ്കാരം. പക്ഷേ ആ രാഷ്ട്രീയ സംസ്കാരത്തിന് വിരുദ്ധമായി 8 ദിവസം കഴിഞ്ഞിട്ടും പ്രിയങ്ക ഗാന്ധി വന്നില്ല എന്നുള്ളതിന് സിദ്ദിഖിന് എന്തു മറുപടിയാണ് ഉള്ളത്? പ്രിയങ്ക ഗാന്ധി സമയാസമയം വരുന്നുണ്ട്, അവിടുത്തെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്, CSR ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്, അവരുടെ MP ഫണ്ട്. കേരളത്തിൽ ഭരണം കിട്ടിയപ്പോ ഗോത്ര സർവകലാശാല ഉൾപ്പെടെയുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനുള്ളതായിരിക്കുന്ന ഇടപെടലുകൾ നടത്തി. ഇപ്പോ ഞങ്ങളുടെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ഇഷ്യൂ ഉൾപ്പെടെ എല്ലാത്തിലും ഇടപെട്ട് അവർ മാർഗനിർദ്ദേശം നൽകുക, അവര് ലീഡർഷിപ്പ് എടുക്കുക. അവിടെയുള്ളതായിരിക്കുന്ന ആളുകൾക്കോ മറ്റുള്ള ആളുകൾക്കോ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി എന്നു വരും, ഇനി എന്നെങ്കിലും വരുമോ എന്ന് പോലും സിദ്ദിഖിന് കൃത്യമായി പറയാനാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിദ്ദിഖ് മറ്റൊന്ന് പറയുന്നത് 2 മന്ത്രിമാർ അവിടെ എത്തി എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു എന്നാണ്. ഏതാ? രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തേണ്ട സിസ്റ്റം ഏകോപിപ്പിക്കേണ്ട ചുമതല അവിടെ നന്നായി നടന്നു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് ചെയ്യേണ്ടത്. പറയട്ടെ ചോദ്യം ചോദിച്ചല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് ചെയ്യുന്നത്. 2 മന്ത്രിമാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. എല്ലാ കാര്യത്തിലും സമഗ്രമായി ഇടപെട്ടു. ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരേണ്ടതായ ആൾ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ എല്ലാ മാർഗനിർദ്ദേശവും തന്നിട്ടുണ്ട്. സിദ്ദിഖ് എന്തൊരു മണ്ടത്തരമാണ് വീണ്ടും പറയുന്നത്. 2 മന്ത്രിമാർ, അതായത് സിദ്ദിഖും AP അനിൽകുമാറുമാണല്ലോ അവിടെ ആദ്യം ഹെലികോപ്റ്റർ എത്തിയത്. അവിടെ പോയി കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചു. അപ്പോൾ താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത് പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ്.
പിന്നെന്തിനാണ് മന്ത്രിയായിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്കൊരു താമസ സൗകര്യം ഏർപ്പാടാക്കാൻ കഴിയില്ലേ? നിങ്ങൾക്ക് ഒരു ഏകോപനം, ഒരു ദുരന്തമുഖത്തിലെ ഏകോപനം നടത്താൻ കഴിയില്ലേ? ഈ ഉത്തരേന്ത്യയിലുള്ള പ്രിയങ്ക ഗാന്ധി ഫോണിൽ കൂടെ നിർദ്ദേശം നൽകുന്നതനുസരിച്ചാണോ നിങ്ങളുടെ ഓരോ ചലനങ്ങളും അവിടെ നടന്നത്? നിങ്ങൾ മുന്നോട്ട് ചലിക്കുന്നതും ഇങ്ങോട്ട് പോകുന്നതും അങ്ങോട്ട് പോകുന്നതും എന്തെല്ലാം ചെയ്യണമെന്നതും ഈ പറയുന്ന പോലെ ഫോണിൽ പ്രിയങ്ക ഗാന്ധി പറയുന്നതനുസരിച്ചാണോ സിദ്ദിഖും AP അനിൽകുമാറും ചെയ്തത്? തീർച്ചയായും അല്ല. കേരളത്തിലെ ജനങ്ങൾ അതെല്ലാം തന്നെ നേരിട്ട് ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതായി കേരളത്തിൽ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നതായും കേരളത്തിൽ ആർക്കും ബോധ്യപ്പെട്ടതും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം സിദ്ദിഖ് മനസ്സിലാക്കുക. ഇവിടെ വീണ്ടും സിദ്ദിഖ് വിക്രം റാണയുടെ ബന്ധു പ്രിയങ്ക ഗാന്ധിയെ വിളിച്ച് നന്ദി പറയുന്നതിനെ വീണ്ടും ആവർത്തി. അതെന്താണ് അതിനകത്തിൽ ഉള്ള ഒരു പ്രശ്നം? അവിടെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഇങ്ങനെ ഒരു ബന്ധുവിനെ വിളിച്ച് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നതാണോ ഈ ദുരിതമുഖത്ത് വരാതിരിക്കുന്നതിനുള്ള ഒരു ന്യായമായി സിദ്ദിഖ് കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു പ്രശ്നം. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു MP എവിടെ നിന്നാണെന്ന് പോലും സിദ്ദിഖിന് പറയാൻ കഴിയുന്നില്ല. പ്രിയങ്ക ഗാന്ധി എവിടെയാണെന്ന് പോലും സിദ്ദിഖിന് പറയാൻ കഴിയുന്നില്ല. പ്രിയങ്ക ഗാന്ധി 6-ാം ദിവസം കണ്ടെടുത്ത മൃതദേഹമായിട്ടുള്ള വിക്രം റാണയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബന്ധുവായ അങ്കുഷിനെ വിളിച്ചത് എന്തോ വലിയ മഹാകാര്യമായിട്ടാണ് സിദ്ദിഖ് പറയുന്നത്. എന്തൊരു മണ്ടത്തരമാണിത്. ആ മാർഗനിർദ്ദേശവും ഇടപെടലും നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയോ? ഈ വന്ന ബന്ധുക്കളുടെ താമസം ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി നേരിട്ട് അന്വേഷിച്ചു. ഓരോ കാര്യം വെറുതെയാണോ 6-ാമത്തെ ദിവസം വിക്രം റാണ പ്രോജക്റ്റ് മാനേജറുടെ ബോഡി കണ്ടെത്തി കഴിഞ്ഞ് ആ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് പത്രക്കാരോട് അവരുടെ റിലേറ്റീവ് സംസാരിക്കുമ്പോൾ പ്രിയങ്ക മാമിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ? അത് അവരുടെ പോസിറ്റീവ് ഇന്റർവെൻഷനാണ്. ആ പോസിറ്റീവ് ഇന്റർവെൻഷനാണ് വയനാടിന്റെ കരുത്ത്. ഇനി അടുത്തതായി പ്രിയങ്ക ഗാന്ധി അവിടെ വയനാട്ടിൽ ഗോത്രവർഗ മ്യൂസിയം കൊണ്ടുവരുന്നതാണ് സിദ്ദിഖ് പറയുന്നത്. വയനാടിന്റെ ഇപ്പൊ ഗോത്രവർഗ മ്യൂസിയം ഒരു ചെറിയ സംഭവമാണ്. വയനാട്ടിലെ 80% പോപ്പുലേഷനാണ്. ഇൻഡിജിനസ് നോളജസും മറ്റുള്ളതായിരിക്കുന്ന വലിയതായിരിക്കുന്ന ഒരു മാതൃകയായിട്ടുള്ള ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് മാറാൻ പോവുകയാണ്. ആ കൺസെപ്റ്റ് കൊണ്ടുവന്ന് അത് മന്ത്രിയായിട്ട് സംസാരിച്ച് ഓപ്പറേറ്റ് ചെയ്തു. ഓരോ കാര്യങ്ങൾ ഞാൻ എണ്ണി പറയുന്നില്ല. ഞങ്ങൾ വയനാട്ടുകാർക്ക് ഒരു താങ്ങും തണലുമാണ് അവരുടെ സാന്നിധ്യവും അവരുടെ നേതൃത്വവും. അത് മലീമസമാക്കാനും അതിനെ ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചാലും അതിനൊന്നും ഞങ്ങളാരും വഴങ്ങൂല, വയനാട്ടുകാരും വഴങ്ങൂല. ഇതൊന്നും വലിയ കാര്യമല്ല സിദ്ദിഖ്. എത്രയോ മ്യൂസിയങ്ങളൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഒരു മ്യൂസിയം കൊണ്ടുവരട്ടെ, അതിനുശേഷം നമുക്ക് പറയാം. ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമല്ലേ? പ്രഖ്യാപനം നടത്താൻ ആർക്കാണ് പറ്റാത്തത്? ഇതൊക്കെ കേരളീയരെ പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം ന്യായീകരിച്ച് മണ്ടനാകാൻ കഴിയുന്നത്? ചുരുക്കത്തിൽ സിദ്ദിഖ് പ്രിയങ്ക ഗാന്ധിയെ ന്യായീകരിച്ച് അങ്ങനെ മെഴുകി അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥയാണ് സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനാവും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.